പ്രിയമുള്ളവരെ, നമ്മുടെ പ്രദേശങ്ങളിൽ നടക്കുന്ന പുതുതായി രൂപം കൊണ്ട ചില എക്സർസൈസുകളിൽ, വ്യായാമ കൂടിച്ചേരലുകളിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരേ ഗ്രൗണ്ടിൽ വന്ന് വ്യായാമത്തിന് വിധേയമാകുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് മത നിയമങ്ങൾ പറയാൻ അർഹതയുള്ള പണ്ഡിതൻ എന്ന നിലക്ക്, പണ്ഡിതന്മാരുടെ കൂട്ടായ്മ എന്ന നിലക്ക് 100 വർഷത്തോളമായി നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുശാവറ അങ്ങനെ ഒരു പ്രസ്താവന നടത്തി. ആ നടത്തിയ പ്രസ്താവനയ്ക്ക് എതിരെയും തലങ്ങും വിലങ്ങുമുള്ള പ്രസ്താവനകൾ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ ചാനലുകളിൽ സജീവമായ ചർച്ചയും നടക്കുന്നു. എല്ലാ അവതാരകരും, സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ള അവതാരകരൊക്കെ കാന്തപുരം വീണ്ടും സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തിയിരിക്കുന്നു എന്നാണ് കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് സ്ത്രീവിരുദ്ധ പ്രസ്താവന? സ്ത്രീകൾക്ക് എന്തെങ്കിലും കൊടുക്കരുത് എന്നോ, അവരെ അവഗണിക്കണമെന്നോ, അവർക്കുള്ള സ്ഥാനങ്ങൾ മാറ്റിവെക്കണമെന്നോ കാന്തപുരമോ ആ മുശാവറയോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ വെറുതെ ഇങ്ങനെ പറയുക തന്നെ കാന്തപുരം സ്ത്രീവിരുദ്ധ പ്രസ്താവന. മുമ്പ് ഇതുപോലെ സ്ത്രീകൾക്ക് ഉള്ള പ്രശ്നങ്ങളും ഈ പൊതുരംഗത്തിറങ്ങുന്നതിനെ കുറിച്ചൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയിൽ പ്രസവിക്കാൻ സ്ത്രീകൾക്ക് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞത് സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ കഴിയൂ എന്നാക്കി ദുർവ്യാഖ്യാനം ചെയ്ത് ഒരുപാട് ദിവസം ചാനലുകളിലും മറ്റുമൊക്കെ ചർച്ചയാക്കി പത്രങ്ങളിൽ അലക്കി അവസാനം വഷളായി രംഗം വിട്ടതാണ്. സ്ത്രീകൾക്ക് മാത്രമേ പ്രസവിക്കാൻ കഴിയുള്ളൂ, പുരുഷന്മാരെങ്ങനെ വിചാരിച്ചിട്ടും കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം. അതേസമയം അവരത് മാറ്റിമറിച്ചിട്ട് പ്രസവിക്കാൻ മാത്രമേ സ്ത്രീകളെ പറ്റൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നതാക്കി മാറ്റി. എന്നതുപോലെ ഇസ്ലാം മത നിയമം പണ്ഡിതൻ ഇസ്ലാമിൻ്റെ വിശ്വാസികളോട് പറഞ്ഞു. ആ പറഞ്ഞത് മറ്റുള്ളവരെ പൊള്ളേണ്ട ആവശ്യമില്ല, മറ്റുള്ളവർക്ക് ദഹിക്കാത്ത അവസ്ഥ ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഇസ്ലാമിൻ്റെ ഒരു നിയമം മതപണ്ഡിതന്മാർ പറഞ്ഞാൽ എല്ലാവരും 5 വക്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിസ്കാരത്തിൻ്റെ വിധേയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു വിശ്വാസികളോ യുക്തിവാദികളോ ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ? അവരോടല്ല പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ നിയമം ഇസ്ലാമായി ജീവിക്കണമെന്നും പരലോകം രക്ഷപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങൾ, അങ്ങനെ ആഗ്രഹിക്കാത്ത കുറേ മുസ്ലിം പേരിലുള്ള ആളുകളുണ്ട്, അവരോടൊന്നും ഈ പ്രസ്താവന ബന്ധപ്പെടൂല. അങ്ങനത്തെ മുസ്ലിങ്ങളോട് പറഞ്ഞതാണ് ഇസ്ലാമിൻ്റെ നിയമം. സ്ത്രീയും പുരുഷനും മിങ്കിളായി നടക്കരുത്, അത് എക്സർസൈസിലും ബാധകമാണ്. സ്വന്തം വീട്ടിലെ ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും മക്കൾ തമ്മിൽ പോലും പ്രായപൂർത്തിയായവരാണെങ്കിൽ അത്യാവശ്യ ആവശ്യങ്ങൾക്കല്ലാതെ ബന്ധപ്പെടരുത് എന്നാണ് മതനിയമമുള്ളത്. അതേസമയം ചില കേസുകൾ തെളിയിക്കാൻ ചില അത്യന്ത ഗൗരവമായ ഘട്ടങ്ങളിൽ അവരെ മുഖമോ ശരീരമൊക്കെ നോക്കൽ ആവശ്യമാകുന്ന സമയത്ത്, അതുപോലെ ചികിത്സൻ്റെ ആവശ്യം, അത്തരം വിഷയങ്ങൾ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കാണൽ അനിവാര്യമാണ് എങ്കിൽ കാണുന്നതിന് പോലും മതം വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. ഒരു പൊതു സ്വഭാവമായി സ്ത്രീ പുരുഷ മിശ്രിതമായി നടക്കുക, അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒരുമിച്ച് കൂടുക, പരസ്പരം നോക്കുക എന്നതൊന്നും ഇസ്ലാം അംഗീകരിക്കുകയില്ല. മുമ്പ് കാലം മുതലേ, പ്രവാചകന്റെ കാലം മുതലേ നമ്മെ പഠിപ്പിച്ചു പോന്നിട്ടുള്ളതും മുസ്ലിം ലോകം അനുവർത്തിച്ചു പോന്നിട്ടുള്ളതും. ചിലയിടങ്ങളിൽ നടക്കുന്ന വ്യായാമ കൂട്ടായ്മയിൽ ലംഘിക്കപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് പാടില്ല. വ്യായാമം നടത്തുന്നതിൽ പല മതത്തിൻ്റെ ആളുകളും ഉണ്ടാകും, പക്ഷേ മുസ്ലിങ്ങൾ അങ്ങനെയുള്ള വ്യായാമങ്ങളിൽ പങ്കെടുക്കുന്നത് ശരിയല്ല, വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി എന്ന അർത്ഥത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ആ വ്യായാമ കൂട്ടായ്മയുടെ ഒരു കോർഡിനേറ്റർ ഒരാൾ പറഞ്ഞു, കാന്തപുരം പറഞ്ഞത് ഞങ്ങളുടെ വ്യായാമ കൂട്ടായ്മയെ പറ്റിയല്ല, ഞങ്ങളുടെ വ്യായാമ കൂട്ടായ്മ മുസ്ലിങ്ങളുടേതല്ല, എല്ലാവരും കൂടിയുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഫീഹായ ഒരു കോർഡിനേറ്റർ പ്രസ്താവിക്കുന്നത് കണ്ടു. എന്നാൽ അതിലും പങ്കെടുക്കുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ, ആ മുസ്ലിങ്ങൾക്ക് ഇത് ബാധകമാണ്. മുസ്ലിങ്ങളുടെ ജീവിതം ഇങ്ങനെ കുറേ ആൾക്കാരോടൊപ്പം കൂടുമ്പോൾ ഇസ്ലാം മാറ്റി വെക്കുന്നതല്ലല്ലോ. അവരുടെ വ്യക്തിത്വവും അവരുടെ മതദർശനവും നിയമവുമെല്ലാം എവിടെയാണെങ്കിലും പാലിക്കണം. ഒരാൾ ജനിച്ച് പ്രായപൂർത്തിയായത് മുതൽ മരിക്കുന്നത് വരെയുള്ള കാലയളവിൽ ഇസ്ലാം പാലിച്ചിരിക്കണമെന്നാണ്. അവിടെ ഞങ്ങൾ കുറേ ആൾക്കാർ കൂടിങ്ങാണ്ട് നടത്തുമ്പോൾ ഞങ്ങളെ പറ്റിയല്ല എന്ന് പറഞ്ഞത് നിങ്ങളിൽപ്പെട്ട മുസ്ലിങ്ങളല്ലാത്തവരെ പറ്റി പറഞ്ഞിട്ടില്ല, നിങ്ങളിലുള്ള മുസ്ലിങ്ങളെ പറ്റിയും ബാധകമാണ്. മിക്സായിട്ട് നടത്തുന്ന എവിടേക്കുള്ള വ്യായാമങ്ങളുണ്ടോ അതിനെപ്പറ്റിയൊക്കെയാണ് ആ പറഞ്ഞത്. ചാനലുകളും മറ്റുമൊക്കെ ഇതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ചാനലുകളുടെയും ചർച്ച അതാണ്.
ആ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ മറ്റു കാര്യങ്ങൾ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് ചില അവതാരകന്മാർ ചോദ്യങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നത്. അവർ യുക്തിവാദികളാണോ മതവിശ്വാസികളാണോ എന്നറിയില്ല. ഇനി അവതാരകരായ ആളുകൾ ഏത് മതവിശ്വാസികളാണെന്ന് പറയണം. എന്നാൽ അവരുടെ മതത്തിലുള്ള കുറേ യോജിക്കാത്ത കാര്യങ്ങൾ, ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും യുക്തിയുക്തവും അതുപോലെ തന്നെ ഇരുലോക വിജയത്തിനും ഭൗതിക മുന്നേറ്റത്തിനും ആധുനിക ലോകത്തുള്ള ഈ ചാപല്യങ്ങളെ പ്രതിരോധിക്കാനും ഒക്കെ കവചമാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്ന് തെളിയിക്കാൻ മുസ്ലിം പണ്ഡിതന്മാർക്ക് കഴിയും. മറ്റ് മതക്കാരുടെ നിയമങ്ങളൊക്കെ അതിന് പറ്റിയതാണ് എന്ന് തെളിയിക്കാൻ അവർക്ക് കഴിയോ? പക്ഷെ അങ്ങനെയുള്ള ഒരു മതസ്പർദ്ധയുണ്ടാക്കുന്ന ചർച്ചയിലേക്കല്ല നമ്മൾ പോകുന്നത്. ഇങ്ങനെ ഈ ഒരു വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇസ്ലാമിൽ അതില്ല, ഇതില്ല, വിവേചനമില്ല, മറ്റില്ല, വൗവാര്യത്തില്ല എന്നൊക്കെ ചോദിച്ച് ചർച്ച കാട് കയറിപ്പിക്കുന്ന അവസ്ഥയാണ് ചില അവതാരകന്മാർക്കുള്ളത്. അതിനൊക്കെ നല്ല മറുപടി കൊടുക്കാനും കഴിയും. അവരുടെ മതങ്ങളിലൊക്കെ ഉള്ള ഈ വിഷയത്തിലും മറ്റുമൊക്കെയുള്ള സ്ത്രീ പീഡനങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ ധാരാളം പറയാനുണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് നമ്മുടെ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കണ്ട എന്നതാണ് നമ്മുടെ നയം. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ ഈ അവതാരകർക്ക് അവരുടെ ചാനലിൻ്റെ അംഗസംഖ്യ കൂടണം, അവരെ ചാനൽ കാണുന്നവർ കൂടണം, അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ വീഴ്പ്പുകൾ അലക്കിക്കൊണ്ടിരിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി ആണ് അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സർവ്വരംഗത്തുള്ളവരും ചർച്ച ചെയ്ത് വിഷയം ഒരു വഴിക്കാക്കിയപ്പോൾ മതത്തിലൊന്നും വിശ്വാസമില്ലാത്ത ഗോവിന്ദൻ മാഷും ഇന്ന് ഇടപെട്ടുകൊണ്ട് ആണുങ്ങളോടൊപ്പം രംഗത്തിറക്കരുത് എന്ന് ശാഠ്യം പിടിക്കുന്ന ആളുകൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്നും കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. സാധാരണഗതിയിൽ എല്ലാവരും പിടിക്കാതെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വക എല്ലാവരും പറയുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒന്ന് പറയേണ്ടി വരുമല്ലോ. അപ്പോൾ അദ്ദേഹത്തോടൊക്കെ പറയാനുള്ളത്, ഇങ്ങനെയുള്ള പക്വതയില്ലാത്ത പ്രസ്താവനകൾ നടത്തിയിട്ട് ഇതിൻ്റെ പക്വതയും അപക്വതയും സ്വന്തം പാർട്ടിയിലും സ്വന്തം MLA-മാരും സമ്മിശ്രമായി നടന്നിട്ട് MLA-മാരെ പേരിൽ പോലും ഇവരുടെ മിക്സഡ് ജീവിതം കൊണ്ട്, മിക്സഡ് സമീപനം കൊണ്ട്, മിക്സഡ് പാർട്ടി സംവിധാനം കൊണ്ട് പാർട്ടി സഖാത്തികൾക്കെതിരെ സഖാക്കളുടെ ഭാഗത്തു നിന്ന് കടന്നാക്രമണം, കടന്നുകയറ്റവും എല്ലാം ഉണ്ടായതായും ബലാത്സംഗം വരെ നടന്നതായും ഒക്കെ റിപ്പോർട്ടുകളും പരാതികളുമുണ്ടല്ലോ. MLA-മാർക്ക് എതിരെ വരെ പരാതിയുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ്? ഈ മിക്സിംഗ് ഉണ്ടായതുകൊണ്ടാണ്. ആ മിക്സിംഗ് ഒഴിവാക്കിയാൽ അതൊക്കെ ഇല്ലാതാക്കാൻ കഴിയും. സ്വന്തം പാർട്ടിയിൽ തന്നെ മിക്സിംഗ് കൊണ്ടുള്ളതായ ദുരന്തങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മുസ്ലിം പണ്ഡിതൻ പറഞ്ഞ ഒരു വിഷയത്തെ വീണ്ടും വീണ്ടും പർവ്വതീകരിച്ച് വെറുതെ പാർട്ടിക്ക് ഉള്ള ജീവൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണ്ട എന്നാണ് ഗോവിന്ദനോടും ബന്ധപ്പെട്ടവരോടൊക്കെ പറയാനുള്ളത്. 8-9 വർഷത്തോളം സുഖമായി ഇവിടെ സുന്നികൾ അന്തി ഉറങ്ങിയിട്ടുണ്ട്. ആ ഒരു അന്തരീക്ഷം തുടർന്നുള്ള വർഷങ്ങളിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ ആഗ്രഹത്തിൽ പൊടിവാരിയിടുന്ന പരിപാടികൾ നടത്തിയിട്ട് പാർട്ടിയെ അകറ്റി നിർത്താനുള്ള ശ്രമം ബുദ്ധിയുള്ളവരെന്നൊക്കെ പറയുന്ന ആളുകൾ നടത്തരുത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മിക്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു നയമല്ല. അത് ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പല വിഷയങ്ങളിലും ഗവൺമെൻറ് സംവിധാനങ്ങൾ വരെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യസ്തമായിട്ടാണ് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്. സ്ത്രീകൾക്ക് മാത്രം പഠിക്കാൻ ഗേൾസ് സ്കൂൾ ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ, അവൾക്ക് പണിയെടുത്ത് ജീവിക്കാൻ അവൾക്ക് പ്രത്യേകമായി ഒരു സംവിധാനം കുടുംബശ്രീ, അവർക്ക് മാത്രമായി എവിടെ മാളിൽ പോയാലും അതുപോലെ ബസ് സ്റ്റാൻഡിൽ പോയാലും എവിടെയാണെങ്കിലും ശരി സ്ത്രീകൾക്ക് മാത്രമായി ടോയ്ലറ്റ്. ഇതൊക്കെയാണ് നമ്മുടെ പൊതു സംവിധാനം, രാജ്യത്തിൻ്റെ മാതൃക, രാജ്യത്തിൻ്റെ പൊതുവെയുള്ള അവസ്ഥ ഈ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ്. അങ്ങനെ മിക്സിങ്ങിന് ഒരു എക്സർസൈസിന് മിക്സിങ് പറ്റുമെങ്കിൽ ഇവിടെയൊക്കെ എന്താണ് ഈ മിക്സിങ് നടത്തിക്കൂടെ? സ്ത്രീകൾ പോകുന്ന കക്കൂസിൽ പുരുഷന്മാർ പോയാലെന്താ? അവർ പോയി ഇറങ്ങിയ ശേഷമല്ല പുരുഷന്മാർ പോകുന്നത്. അതുപോലെ അവളെ എന്തെങ്കിലും ജാമ്യത്തിലോ അല്ലെങ്കിൽ അറസ്റ്റിനോ ഒക്കെ വരുന്ന സമയത്ത് സ്ത്രീകൾക്ക് സ്ത്രീകളായ പോലീസുകാർ തന്നെ വേണം. അവളെ ആണുങ്ങൾ പിടിച്ചാൽ അത് വേറെ കേസായി മാറും. അതുപോലെ അവരുടെ അവകാശങ്ങൾ പറയാൻ പ്രത്യേക വനിതാ കമ്മീഷൻ. എന്തിനതിൻ്റെ ആവശ്യം? പുരുഷ കമ്മീഷൻ ഇവിടെ ഉണ്ടോ? അവൾക്ക് ബസ്സിലോ മറ്റു വാഹനത്തിലൊക്കെ കയറാൻ പ്രത്യേക ഡോർ, മുന്നിലെ ഡോർ അവർക്കാണ് ബസ്സിലൊക്കെ. അതുപോലെ അവർക്ക് ഇരിക്കാൻ പുരുഷന്മാരുടെ ഏത് സീറ്റിലും അവർക്ക് ഇരിക്കുക. അതോടുകൂടെ അവർക്ക് സ്പെഷ്യൽ സീറ്റ് വേറെ. ആ സീറ്റിലെങ്ങാനും പുരുഷന്മാർ ഇരുന്നാൽ അതിൽ വേറെ ജാമ്യമില്ലാത്ത കേസായിരിക്കും പിന്നെ ഉണ്ടാവുക.
അതുപോലെ അവൾക്ക് യാത്ര ചെയ്യാൻ പ്രത്യേകമായ കമ്പാർട്ട്മെൻറ്റ് എവിടെ, റെയിൽവേയിൽ. അവർക്ക് പോകാൻ വേണ്ടി പ്രത്യേക ടാക്സി. അവർക്ക് കായികമായ പ്രത്യേക മത്സരം, സ്ത്രീയും പുരുഷനും കൂടി ഇടകലർന്നിട്ടുള്ള ഒരു മത്സരം നമ്മൾ കണ്ടിട്ടില്ല. ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും വേറെ ഹോക്കി ആണെങ്കിലും ഒക്കെ വനിതാ ടീം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടീമാണ്. രണ്ടു കൂട്ടരും കൂടി മിക്സായിട്ട് ഒരു കായിക വിനോദം നമ്മൾ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അതുപോലെ ജയിലിൻ്റെ വിഷയത്തിലാണെങ്കിലും സ്ത്രീകളുടെ ജയിൽ പ്രത്യേകമായി സംവിധാനിക്കപ്പെട്ടതാണ്. നമ്മുടെ രാജ്യത്തുള്ള ഭൗതിക രംഗത്തുള്ള പൊതു കാഴ്ചപ്പാടും പാരമ്പര്യവും സ്ത്രീകളെ മിക്സഡ് ആക്കാതെ അവർക്ക് വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്കണം എന്നാണ് നിയമം. അങ്ങനെ എല്ലായിടത്തും ഉണ്ട്. ഇത് ആകെ ഒറ്റ സംവിധാനം മതിയെങ്കിൽ ഗവൺമെൻറ്റിനൊക്കെ എത്ര ലാഭമാണ്. 2 ബിൽഡിംഗ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ ബാത്റൂമായിട്ട്. അതുപോലെ ഈ പരിപാടികളൊന്നും തന്നെ ഈ കമ്മീഷനുകളും ഇവർക്കൊക്കെ ശമ്പളം കൊടുത്ത് പോറ്റി വളർത്തണമല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പ്രസ്താവന നടത്തുന്നവർ സ്ത്രീകളുടെ ആളുകളായി ചമയുകയാണ്, അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധമാണെന്ന് മറ്റുള്ളവരെ കുറിച്ച് ആരോപിച്ചിട്ട് ഇവരാണ് സ്ത്രീ വിരുദ്ധരാകുന്നത്. അപ്പം നമ്മുടെ നാട്ടിലുള്ള മൊത്തം രാജ്യം അംഗീകരിച്ച സംവിധാനമാണ് സ്ത്രീയും പുരുഷനും മിക്സഡ് ആകരുത് എന്നുള്ളത്. അങ്ങനെയുള്ള നിയമം നിലനിൽക്കുമ്പോൾ ഒരു പണ്ഡിതൻ ഇസ്ലാമിൻ്റെ നിയമം ഇസ്ലാമിൻ്റെ ആളുകളോട് പറഞ്ഞത് ദഹിക്കാതെ അതിനെ കുതിര കയറാൻ വേണ്ടി നടക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇരട്ടത്താപ്പാണ്, അല്ലെങ്കിൽ ധിക്കാരമാണ് എന്നാണ് പറയാനുള്ളത്. നമ്മുടെ നാട്ടിൽ ദിനേന കേൾക്കുന്ന തട്ടിക്കൊണ്ടുപോകലുകൾ, ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യ ഓടിപ്പോയി, ഭാര്യയെ വിട്ട് ഭർത്താവ് വേറെ പെണ്ണിൻ്റെ ഒപ്പം പോയി എന്നൊക്കെ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണിത്? മിക്സഡ് ആകാനുള്ള അവസരങ്ങൾ നൽകപ്പെട്ടതുകൊണ്ട്, അവരെ കാണാനും ബന്ധപ്പെടാനും യഥേഷ്ടം അവസരം ഉണ്ടായതുകൊണ്ടാണ്. ഈ വ്യായാമത്തിൽ ഇത് ഉണ്ടാവുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ മിക്സിങ് മേഖലകളിൽ നിന്നും അകന്നു നിൽക്കണമെന്നാണ് മുസ്ലിങ്ങളോട് ഇസ്ലാം പറയുന്നത്. നല്ലൊരു ശതമാനം മുസ്ലിങ്ങളും ഈ നിയമങ്ങളൊക്കെ പാലിച്ചത് കൊണ്ടാണ് ഈ രീതിയിൽ പരമാവധി അച്ചടക്കം നിലനിർത്താൻ കഴിയുന്നത് എന്നത് പ്രസ്താവ്യമാണ്. അപ്പം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങളിലേക്കൊന്നും ഇവർ ശ്രദ്ധിക്കുന്നില്ല. ഒളിച്ചോടിയതിന് ശേഷമേ അതിൻ്റെ കാരണം അന്വേഷിക്കുള്ളൂ. അപ്പോൾ അവർ കാണാനും ബന്ധപ്പെടാനും ചാറ്റ് ചെയ്യാനും അതിനൊക്കെ അവസരം ഉണ്ടായി. ഒളിച്ചോട്ടങ്ങളുടെയും ഓടിപ്പോലുകളുടെയും ഒക്കെ പിന്നിലുള്ള കാരണങ്ങൾ ചികഞ്ഞന്വേഷിച്ച് ചെല്ലുമ്പോൾ അതിനൊക്കെ തുടക്കം കുറിച്ചത് ഈ മിക്സിംഗ് മുഖേനയാണ് എന്ന് കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന പ്രായപൂർത്തിയായ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചൊരു ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പോൾ, അതൊക്കെ പറയുമ്പോൾ ഉട്ടോപ്യനാന്ന് പറയുമായിരിക്കും, അവിടെ നിന്നാണ് പ്രേമവും കാമുകന്മാരും കാമുകന്മാരൊക്കെ ജനിക്കുന്നത്. കാരണം പ്രായപൂർത്തിയായ ഏകദേശം 25-30 വയസ്സിലേക്കാണ് അപ്പോഴത്തെ വിദ്യാഭ്യാസം. അങ്ങനത്തെ ഒരു ക്ലാസ്സിൽ തന്നെ സ്ത്രീയും പുരുഷനും ഇരുന്ന് പഠിക്കുമ്പോൾ നല്ല ഭംഗിയുള്ള കുട്ടികളെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകർഷിക്കാനുള്ള ഒരുപാട് സാധ്യത ഉണ്ട്. ഇല്ലയെന്ന് പറഞ്ഞാലും പറ്റില്ല, പറയുന്നവർ തന്നെ അതിൻ്റെ ഇരകളാണ്. അപ്പോൾ ആ രീതിയിലുള്ള പൊതുവിദ്യാഭ്യാസത്തിലൂടെയൊക്കെ മിക്സിംഗ് ഉണ്ടായത് കൊണ്ടാണ് ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. അവിടെയൊക്കെ പരമാവധി മിക്സിംഗ് ഒഴിവാക്കിയിട്ട് സ്ത്രീകൾക്ക് പ്രത്യേകമായ ക്ലാസ്, പുരുഷന്മാർക്ക് പ്രത്യേകമായ ക്ലാസ് അത് നടപ്പിലാക്കാൻ സർക്കാരിന് കഴിയുമെങ്കിൽ അത്രയും അനാശാസ്യതകൾ ഇവിടുന്ന് ഒഴിവായി കിട്ടും. അതുവഴിയായിക്കൊണ്ട് തന്നെ കാമുകന്മാരും കാമുകിമാരും ഉത്ഭവിക്കുന്നത് തടയാൻ കഴിയും, ഒളിച്ചോട്ടങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും. അതുപോലെ പ്രേമിച്ച് നൈരാശ്യത്തിൻ്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കുന്നത് ഇല്ലാതാക്കാൻ കഴിയും. ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ മിക്സിംഗ് ആക്കി ആയതിൻ്റെ ഒരു ദുരന്തമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട റിപ്പോർട്ട്. ഒരു വീട്ടിലെ മിക്സിംഗ് അല്ലാതെ നടക്കില്ല, എങ്കിലും പരമാവധി മാതാപിതാക്കൾ മിക്സിംഗ് ശ്രദ്ധിക്കണമെന്നാണ് നമ്മുടെ കാരണവന്മാർ പറഞ്ഞു വരാറുള്ളത്. 16-കാരിയായ സഹോദരിയെ 14-കാരനായ ആങ്ങള ഗർഭിണിയാക്കി എന്ന വിഷയം ഇവിടെ ഉണ്ട്. അതിപ്പോൾ നമുക്ക് വേണ്ടത്ര നിയന്ത്രിക്കാൻ കഴിയില്ല, കാരണം ഒരു വീട്ടിൽ തന്നെ നടന്ന കാര്യമാണ്. വീട്ടിൽ തന്നെ അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ കണ്ണിൽ നിന്നും മറഞ്ഞുപോയ മറ്റ് മിക്സഡ് മേഖലകളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിർവചിക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ബുദ്ധിയുള്ള ഒരു പാഠം ഉൾക്കൊള്ളേണ്ടത്, മിക്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സദാചാരത്തെ തകർക്കാനുള്ള ഒരു കാരണമാണ്. മിക്സിംഗ് ആയതുകൊണ്ട് അപ്പം തന്നെ തകർന്നോ എന്ന് ചോദിക്കണ്ട. കാരണങ്ങൾ പോലും കണ്ടെത്തിയിട്ട് നിഷിദ്ധത്തിലേക്ക് പോകുന്ന വിഷയങ്ങൾ അടക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നയം. അതാണ് മുസ്ലിങ്ങളോട് മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞത്. ഇത് താല്പര്യമില്ലാത്ത ആരും തന്നെ കേൾക്കണ്ട. മുസ്ലിം പണ്ഡിതൻ 5 വക്ത് നിസ്കരിക്കാനോ ഹജ്ജ് ചെയ്യാനോ സക്കാത്ത് കൊടുക്കാനോ പറഞ്ഞാൽ അതെന്തിനാ വേണ്ടി ഞങ്ങളോട് പറയുന്നത് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അത് അതിൻ്റെ ആൾക്കാരോടാണ് പറയുന്നത്. നിങ്ങൾക്കും ആ വഴിക്ക് വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും രക്ഷപ്പെടാം എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള
വിവേചനങ്ങളും പണ്ഡിതന്മാരെ കുതിര കയറുന്ന പരിപാടികളും ഭൗതികന്മാരും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരൊക്കെ ഉപേക്ഷിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവുകയുള്ളൂ. മിക്സിങ്ങിന് എതിരെ ശബ്ദിക്കുന്ന ആളുകൾ അവരുടെ പാർട്ടിയിലൊക്കെ ഈ സ്ത്രീകൾക്ക് എത്രമാത്രം പ്രാതിനിധ്യം കൊടുത്തു എന്നതൊന്ന് ചിന്തിച്ചതിന് ശേഷം പ്രസ്താവന നടത്തിയാൽ മതി. അത്തരം ശാഠ്യങ്ങൾ പുലർത്തുന്നവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ അങ്ങനത്തെ ആളുകൾ ഇതുവരെ പിടിച്ചു നിന്നിട്ടുണ്ട്. ഇനിയും ഈ ലോകം അവസാനിക്കുന്നവരെ പിടിച്ചു നിൽക്കാനുള്ള മനോധൈര്യം അവർക്കുണ്ട്. ആ മനോധൈര്യം നൽകാനാണ് പണ്ഡിതന്മാർ ആ സമൂഹത്തിന് വേണ്ടി ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഥവാ എവിടെയെങ്കിലും വ്യതിചലനങ്ങൾ സംഭവിക്കുമ്പോൾ ഇങ്ങനെയുള്ള വ്യായാമത്തിലോ മറ്റ് വിഷയങ്ങളിലോ നൃത്തത്തിലോ കല്യാണത്തിലോ ഒക്കെ ഇങ്ങനെ മിക്സിങ് വന്നുകൊണ്ടിരിക്കുമ്പോൾ പണ്ഡിതന്മാർ ഉത്ബോധനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ വിഷയത്തിൽ ആരും ആശങ്കപ്പെടേണ്ട. മുസ്ലിങ്ങളോട് പറഞ്ഞതാണ്, അത് മാറ്റിവെക്കാൻ കഴിയില്ല. ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പറയാൻ മുസ്ലിം പണ്ഡിതന്മാർക്ക് അധികാരമുണ്ട്, മറ്റുള്ള മതക്കാരുടെ നിയമങ്ങൾ പറയാൻ അവർക്ക് അധികാരമുണ്ട്. അത് ഞങ്ങളോട് പറഞ്ഞതാണ് എന്ന് നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇതിനെ വിമർശിക്കാൻ പറയേണ്ടതില്ല. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട, നിങ്ങളോട് പറഞ്ഞിട്ടുമില്ല. ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാവർക്കും നല്ല ചിന്താശേഷി ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.